Okay, next question noക്കാം. Methemoglobinemia, the blue baby syndrome, is caused by consuming water containing excess of A. fluoride, B. phosphate, C. nitrate, D. nitrate. നമ്മൾ കുറേ പ്രശ്നം നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമുക്കറിയാം. ഏതാണ്? നൈട്രേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നൈട്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hardness of water is caused by the presence of which of the following in water? A. Chloride and sulfate, B. Calcium and magnesium, C. Nitrites and nitrates, D. Sodium and potassium. ഇത് നമുക്കറിയുന്നതാണ്. ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? മൾട്ടിവാലന്റ് കാറ്റയൺ. ഓക്കെ, മൾട്ടിവാലന്റ് കാറ്റയൺ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യും? x⁻y−1 where y is greater than 1. ഓക്കെ, മൾട്ടിവാലന്റ് കാറ്റയൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. മേജർ ഉണ്ട്, മൈനർ ഉണ്ട്. ഏതൊക്കെയാണ് മേജർ എന്ന് പറയുമ്പോൾ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ് മേജർ. അതേപോലെ മൈനർ നമുക്ക് പറയുമ്പോൾ എന്താണ്? അലൂമിനിയം ഉണ്ട്, അയൺ ഉണ്ട്, അങ്ങനെ n നമ്പർ ഓഫ് കാറ്റയൺസ് നമുക്ക് അവൈലബിൾ ആണ്. മൾട്ടിവാലന്റ് കാറ്റയൺ ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ഹാർഡ്നെസ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ബി ആണ്. ഓക്കെ, ബി ആണ്. കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Analysis of a water sample produces the following result. Okay, water sample ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ റിസൾട്ടും തന്നിട്ടുണ്ട്. അയൺസ് തന്നിട്ടുണ്ട്, മില്ലിഗ്രാം പെർ മില്ലി ഇക്വലന്റ് ഓഫ് ഫോർ അയൺ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? മൾട്ടിവാലന്റ് കാറ്റയൺ. അതിൽ മേജർ ഏതൊക്കെയാണ്? കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ മൾട്ടിവാലന്റ് കാറ്റയണിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് ഇൻ mg/L ആസ് CaCO3. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, CaCO3 ഫോമിലാണ് നമുക്ക് ആൻസർ പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ബൈ ഇക്വലന്റ് അയൺ. ഓക്കെ, കോൺസെൻട്രേഷൻ ബൈ ഇക്വലന്റ് അയൺ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 60/20. ഓക്കെ, നമ്മുടെ കാൽഷ്യത്തിന്റെ അതേപോലെ പ്ലസ് 36.6/12.2. ഓക്കെ, അപ്പോൾ 60/20 അതേപോലെ 36.6/12.2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആസ് CaCO3. ഇങ്ങനെ mg/L വേണം, അതേപോലെ ആസ് CaCO3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 50. അപ്പോൾ നമുക്ക് CaCO3 ഫോമിൽ കിട്ടും. CaCO3 ഫോമിൽ കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 3 വരും, ഇവിടെയും അഗെയിൻ നമ്മൾക്ക് 3 വരും. ഓക്കെ, 3 + 3 6 × 50. അപ്പോൾ എത്രയാണ്? 300 mg/L എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 300 mg. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ്? 300 mg/L. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ മൾട്ടിവാലന്റ് കാറ്റയൺ നമ്മളെ മൾട്ടിവാലന്റ് കാറ്റയൺ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ മൾട്ടിവാലന്റ് കാറ്റയൺ. അപ്പോൾ ഇത് രണ്ടിന്റെ വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. കോൺസെൻട്രേഷൻ ബൈ മില്ലി ഇക്വലന്റ് ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോം എന്ന് പറയുമ്പോൾ മില്ലി ഇക്വലന്റ് ഫോമിലാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്നത് മില്ലി ഇക്വലന്റ് ഫോമിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതിന് നമ്മൾ mg/L കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 50 ചെയ്യണം. ആസ് CaCO3 ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ വരുന്നത് മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആയിരിക്കും. ഇത് മാത്രം. ഓക്കെ, ഇൻറ്റു 50 ചെയ്യുമ്പോഴാണ് mg/L ആസ് CaCO3 വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതാണ് കറക്റ്റ് ഉള്ള ആൻസർ? 300 mg/L. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The water sample has a pH of 9.25. The concentration of hydroxyl ion is in water sample is A 10⁻⁻9.25 moles per liter, 10⁻⁻4.75 millimoles per liter, 0.302 mg/L, 3.020 mg/L. ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ pH വാല്യൂ തന്നിട്ടുണ്ട്. pH എത്രയാണ് തന്നിട്ടുള്ളത്? 9.25. ഓക്കെ, 9.25 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ POH എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? POH എന്ന് പറയുമ്പോൾ 14 - 9.25. അപ്പോൾ എത്രയാണ് വരുന്നത്? 4.75. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? OH ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈക്വൽ ടു 10⁻⁻4.75 മോൾസ് പെർ ലിറ്റർ ഇൻറ്റു എന്ത് ചെയ്യണം? വെയിറ്റ് ടേമിൽ നമ്മൾ എഴുതണം. വെയിറ്റ് ടേമിൽ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? ഇൻറ്റു 17 ഗ്രാം. ഓക്കെ, ഇൻറ്റു 17 ഗ്രാം. ഇതിന് നമ്മൾ ഏതിൽ ഫോമിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? mg ഫോമിലാണ്. ഓക്കെ, മില്ലിഗ്രാമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻³ mg. ഓക്കെ, അപ്പോൾ നമുക്ക് മില്ലിഗ്രാം ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ -3 അല്ല 3 ആണ്. ഓക്കെ, മില്ലിഗ്രാം ഫോമിൽ, ഗ്രാമിനെ നമ്മൾ മില്ലിഗ്രാമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻³ ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.302 mg/L. ഓക്കെ, ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സി ആണ് 0.302 mg/L ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Iron concentration obtained for a groundwater sample having pH 8.10 are given below. ഓക്കെ, അപ്പം അയൺ കോൺസെൻട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ഗ്രൗണ്ട് വാട്ടറിന്റെ സാമ്പിൾ എത്രയാണ്? 8.10 ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? അയൺസ് തന്നിട്ടുണ്ട്, അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അയൺസ് നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, കാൽക്കുലേഷൻ ബേസിസിൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് മൾട്ടി വാലന്റ് കാറ്റോൺ ആണ്. ഓക്കെ, സിമ്പിൾ ആയ ടേംസിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽഷ്യം മഗ്നീഷ്യം എന്ന് പറയാം. പക്ഷേ ഇൻ കേസ് നമ്മുടെ കാൽക്കുലേഷൻ ബേസിൽ ചോദിക്കുകയാണെങ്കിൽ മൾട്ടി വാലന്റ് കാറ്റോൺ നമ്മൾ ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ നമുക്ക് ആൽക്കലിനിറ്റി നമുക്ക് കൗണ്ട് ചെയ്യേണ്ടി വരും, ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സിമ്പിൾ ടേംസിൽ നമുക്ക് നോക്കാം. pH നമുക്ക് തന്നിട്ടുണ്ട്. pH എന്ന് പറയുമ്പോൾ എത്രയാണ്? 8.10 തന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ ഹാർഡ്നെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മൾട്ടി വാലന്റ് കാറ്റയോൺ ആണ്. ഓക്കെ, മൾട്ടി വാലന്റ് കാറ്റയോൺ ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു 100/40/2. അതിൻ്റെ വാലൻസി 40/2. ഓക്കെ, ഇതിന് മാത്രം എടുക്കാം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാൽഷ്യം. ഓക്കെ, കാൽഷ്യം അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി. ഓക്കെ, ഇവിടെ 2 ആണ് വാലൻസി, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? +6 എന്താണ്? മഗ്നീഷ്യം 6/24 അഗെയിൻ നമ്മുടെ അയൺ ബൈ അറ്റോമിക് വെയിറ്റ്. ഓക്കെ, സോറി, അയൺ ബൈ നമുക്ക് എന്താണ്? അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ആസ് CaCO3 ഇൻ mg/L ആസ് CaCO3 അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം × 50. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. +20 + 6/12. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എത്രയാണ് വരുന്നത്? × 50 കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് × 50 കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 275 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ്? 275 നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് കിട്ടി 275. ഓക്കെ, ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് കിട്ടി 275. ഓക്കെ, നമുക്കറിയാം കാർബണിൻ്റെ ഹാർഡ്നെസ് പറയുമ്പോൾ എന്താണ്? മിനിമം ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ആൻഡ് ആൽക്കലിനിറ്റി. ഓക്കെ, അതിനെ നമ്മൾ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ ഹാർഡ്നെസ് ഈക്വൽ ടു മിനിമം ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് അല്ലെങ്കിൽ ആൽക്കലിനിറ്റി. അതിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ കാർബണേറ്റ് ഹാർഡ്നെസ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു 275. ഇനി നമുക്ക് ആൽക്കലിനിറ്റി കണ്ടുപിടിക്കണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് കൺസേൺ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കലിനിറ്റി കണ്ടുപിടിക്കണം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ആൽക്കലിനിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കേണ്ടത് എന്താണ്? ആരൊക്കെയാണ് നമുക്ക് ആൽക്കലിനിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആൽക്കലിനിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഹൈഡ്രോക്സൈഡ് അയൺ ഉണ്ട്, ഇവിടെ നമുക്ക് ഹൈഡ്രോക്സൈഡ് അയൺ ഉണ്ട്, അതേപോലെ ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അതേപോലെ ഹൈഡ്രോണിയം അയൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ബൈകാർബണേറ്റ് ഉണ്ട്, ഇത് നമ്മുടെ ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, ബൈകാർബണേറ്റ് ഉണ്ട്, ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അതേപോലെ ഹൈഡ്രോണിയം അയൺ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് pH 8.10 നമുക്ക് കിട്ടും. ഓക്കെ, pH 8.10 നമുക്ക് ആ ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം എഴുതാം. ആൽക്കലിനിറ്റി എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയൺ, ബൈകാർബണേറ്റ്, അതേപോലെ ഹൈഡ്രോക്സൈഡ്, അതേപോലെ ഹൈഡ്രോണിയം അയൺ. ഓക്കെ, ഹൈഡ്രോക്സൈഡ് അതേപോലെ ഹൈഡ്രോണിയം അയൺ. അതേപോലെ നമുക്കറിയാം ഹൈഡ്രോണിയം അയൺ എന്ന് പറയുമ്പോൾ നിയർ അബൌട്ട് 5 to 6% ആണ് നമുക്ക് ആൽക്കലിനിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ വെരി ലോ ആൽക്കലിനിറ്റി ആണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ, പക്ഷേ നമുക്ക് ഇൻ കേസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തിയറിറ്റിക്കൽ ഫോമിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ചെറുതാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം ആൽക്കലിനിറ്റി ഡ്യൂ ടു ബൈകാർബണേറ്റ്.
HCO3. ഓക്കെ, അപ്പോൾ ബൈകാർബണേറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ചെയ്യണം. എന്താണ്, ഇത്രയാണ് കോൺസെൻട്രേഷൻ തന്നിട്ടുള്ളത്, 250. ഓക്കെ, 250 നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പോലെ അറ്റോമിക് വെയിറ്റ് എല്ലാത്തിനെയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 250 ബൈ ടോട്ടൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 1 + 12 + 16. ഓയിൻ്റെ കൂടെ 16 × 3 കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുന്നത്, /61. അത് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. നമുക്ക് ഇക്വലന്റ് ഫോമിൽ നമുക്ക് കിട്ടി. ഇക്വലന്റ് ഫോം ഓഫ് ബൈകാർബണേറ്റ് നമുക്ക് ഫോമിൽ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് pH. ഓക്കെ, pH എന്ന് പറയുമ്പോൾ എത്രയാണ്, 8.1 ആണ് pH. ഓക്കെ, ഹൈഡ്രോണിയം അയണിൻ്റെ ഫോം നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹൈഡ്രോണിയം അയൺ, ഞാൻ ആദ്യം ഹൈഡ്രോണിയം അയണിൻ്റെ കാണിക്കാം. ഹൈഡ്രോണിയം അയൺ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, 10⁻⁻8.1 മോൾസ് പെർ ലിറ്റർ. ഓക്കെ, ഇതെങ്ങനെ എഴുതുന്നത്, 10⁻⁻8.1 ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇക്വലന്റ് ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും ഇൻറ്റു മില്ലി ഇക്വലന്റ് ഫോമിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് മില്ലി ഇക്വലന്റ് ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10⁻⁻5.1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഓക്കെ, മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ഫോമിൽ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈഡ്രോക്സൈഡ് അയൺ, POH. ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 14 - 8.1 ഈക്വൽ ടു 5.9. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയൺ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 10⁻⁻5.9. ഓക്കെ, ഇൻറ്റു ഓൾറെഡി അറിയാം മോളിക്കുലർ വെയിറ്റ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഫോമിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇക്വലന്റ് വെയിറ്റിന്റെ ഫോമിൽ കിട്ടും, ഇൻറ്റു മില്ലി ഇക്വലന്റ് ആണെങ്കിൽ 10⁻3. ഓക്കെ ആണല്ലോ, 10⁻3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഇക്വലന്റ് വെയിറ്റിൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 10⁻²2.8 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഓക്കെ, മില്ലി ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്കിത് ഹൈഡ്രോക്സൈഡ് അയൺ, അതിനെ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ഹൈഡ്രോക്സൈഡ് അയൺ നമുക്ക് കിട്ടി, ഹൈഡ്രോക്സൈഡ് അയൺ കിട്ടി, ഹൈഡ്രോണിയം അയൺ നമുക്ക് കിട്ടി, അതേപോലെ ബൈകാർബണേറ്റ് നമുക്ക് കിട്ടി. ബൈകാർബണേറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഹൈഡ്രോണിയം ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ബിക്കോസ് അത് നെഗറ്റീവ് ആൽക്കലിനെയാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആൽക്കലിനിറ്റി എന്ന് പറയുമ്പോൾ, ഹൈഡ്രോക്സൈഡ് അയൺ ബൈകാർബണേറ്റ്, അതേപോലെ ഹൈഡ്രോക്സൈഡ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഹൈഡ്രോണിയം എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്, ബിക്കോസ് ഇറ്റ് ഇമ്പാർട്ട്സ് നെഗറ്റീവ് ആൽക്കലിനിറ്റി. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 250/61 പ്ലസ് ഹൈഡ്രോക്സൈഡ് അയൺ എത്രയാണ്, 10⁻⁻29. ഓക്കെ, 2.10⁻⁻2.8 പ്ലസ് മൈനസ് 10⁻⁻5.1. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്, 204.91. ഓക്കെ, 204.91 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 204.91 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്, ഇത്രയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്, ബാക്കി എല്ലാ ഓപ്ഷനും ദൂരെയാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇൻ കേസ് നമ്മുടെ ആൻസർ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട്, ഇതും നമുക്ക് പോയിന്റിലായിരുന്നു, 2.5 പോയിന്റ് സംതിങ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ 2.4 സംതിങ് ആണ്, ഇതിന്റെ 2.3 സംതിങ് ആണ്. അങ്ങനെ പോയിന്റിലാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പോയിന്റിലാണെങ്കിൽ നമുക്ക് എല്ലാം ഈക്വലന്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൽക്കലിനിറ്റിയുടെ എന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത്, ഹൈഡ്രോക്സൈഡ് അയൺ, ബൈകാർബണേറ്റ് അയൺ, അതേപോലെ ഹൈഡ്രോണിയം അയൺ ഇൻഡിവിജ്വൽ ആയിട്ട് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ എന്താണ്, എല്ലാ വാല്യൂസും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്, എല്ലാ വാല്യൂസും ദൂരെയാണ് കാണാൻ പറ്റുന്നത്. എല്ലാ വാല്യൂസും ദൂരെയാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, 205. ഓക്കെ, 205 ആക്ച്വൽ ആയിട്ട് ആൻസർ നമുക്കറിയാം. അതേപോലെ
ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ എങ്ങനെയാണ് വരേണ്ടത് അത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 204.91 ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താണ് ഇതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണ്. ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഹൈഡ്രോണിയം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രോണിയം അതേപോലെ ഹൈഡ്രോക്സൈഡ് അതിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അത് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയറിന് അബൌട്ട് 204.99 എന്ന് കിട്ടും. ഓക്കെ, വളരെ വേരിയേഷൻ ഒന്നുമില്ല, വളരെ ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻ കേസ് നമ്മുടെ പോയിന്റിലാണെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് നല്ലോണം കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ പോയിന്റിലില്ല, നമ്മുടെ ആൻസർ നമുക്ക് ദൂരെ ആണെങ്കിൽ നമ്മൾ ആ ഒരു മെത്തഡോളജി ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ ഇത് മാത്രം നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതിവിടെ ആൻസർ ചെയ്തായിരുന്നു. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ 275, അതേപോലെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് 204.91. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഇതാണ് 205 ആണ്. അപ്പം എന്ന് നമ്മൾ മാർക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.